എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നമ്മുടെ സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും ഗതാഗത വകുപ്പും ഭരിക്കുന്ന മന്ത്രിമാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. ഇവർ മൂന്നുപേരും ഏകോപിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ ഇതിലൂടെ കുറച്ച് ഒരു പരിധിവരെയുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ പ്രധാന വിഷയം നമുക്കറിയാം, ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഒട്ടനവധി മലയാളികൾ ജോലി ചെയ്യുകയോ സ്ഥിരമായി സ്വന്തമായി ബിസിനസ് ചെയ്യുകയോ ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളിലെല്ലാം അവരുടേതായ ഒരു അസോസിയേഷനും ഉണ്ടാകും. മലയാളി അസോസിയേഷൻ, ഇങ്ങനെ പല പേരുകളിൽ ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും നഗരങ്ങളിലും ഈ അസോസിയേഷനുമുണ്ട്, മലയാളീസുമുണ്ട്. എന്നാൽ ഇവർ ഈ അസോസിയേഷന് നമ്മുടെ സാംസ്കാരിക വകുപ്പുമായിട്ടുള്ളൊരു കോർഡിനേഷൻ വലുതായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നാൽ ഈ സർക്കാർ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഇവരുമായി കോർഡിനേഷൻ ചെയ്യേണ്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഇതിലൂടെ പല നേട്ടങ്ങൾ നമ്മുടെ കേരളീയർക്കും ഒപ്പം കേരളത്തിന് പുറത്ത് സെറ്റിലായിരിക്കുന്ന അവർക്കും കിട്ടും. ഇനി ആദ്യമായി ഇതിൽ ചെയ്യേണ്ടത് സാംസ്കാരിക വകുപ്പാണ്. അവർ നമ്മുടെ ഗവൺമെൻറ് സ്ഥലങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ഈ അസോസിയേഷൻ്റെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇവരുടെ ഒരു ഡയറക്ടറി ഉണ്ടാക്കി ഇവരെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ ഇതിലാദ്യം ഉണ്ടാകുന്നൊരു ഗുണം, നമ്മുടെ കേരളത്തിൽ നിന്നും പലരും ഇപ്പോൾ ഈ അവധി നാളുകളിലും അല്ലാതെയും തന്നെ ഒരു ഗ്രൂപ്പായി സംഘടിപ്പിച്ച് പല പുണ്യസ്ഥലങ്ങളിലും പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പോകാറുണ്ട്. അതുപോലെ ചിലർ ഫ്ലൈറ്റിൽ പോകണു, ചിലർ ട്രെയിനിൽ പോകണു, ചിലവർ ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് പോകാറുണ്ട്. ഇനി സാംസ്കാരിക വകുപ്പൊന്ന് മനസ്സ് വച്ചാൽ ഈ കേരളത്തിന് പുറത്തുള്ള മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവർ ഏതൊക്കെ സിറ്റിയിലാണോ ആ സിറ്റിയിൽ എന്തൊക്കെയാണുള്ളത്, അമ്പലങ്ങളാണോ, അമ്പലം, പള്ളികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യാൻ പറ്റും. ഒപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കേരളത്തിലുമുണ്ടാകും. അങ്ങനെ ഒരു തുടക്കത്തിൽ ലോങ് ഡിസ്റ്റൻസ് പറയില്ല, വേണ്ട, അത്യാവശ്യം കർണാടക, തമിഴ്നാട്, ഗോവ ഈ ഒരു ഭാഗവുമായി കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ ടൂർ പാക്കേജുകൾ നടപ്പാക്കാൻ സാധിക്കും. ഇതിന് KSRTCയുടെ വലിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കാം. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ KSRTCയിൽ നല്ല ഫെസിലിറ്റീസിലുള്ള ഈ വാഷ്റൂം അടക്കമുള്ള ബസ്സുകൾ ഉണ്ടെന്നാണ് കേൾവിപ്പെട്ടത്. ഇല്ലെങ്കിൽ അത് ഉടൻ തന്നെ എത്തുമെന്ന് പഴയ ഗതാഗത വകുപ്പ് മന്ത്രി ഇങ്ങനെ പ്രഖ്യാപിച്ചായിരിക്കുന്നു. ഈ ബസ്സുകളെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. ഇതൊരു പാക്കേജാണ്. ഇതിലൂടെ തെറ്റില്ലാത്തൊരു വരുമാനം, തെറ്റില്ലാത്ത നല്ലൊരു വരുമാനം KSRTC അതായത് ഗതാഗത വകുപ്പിന് ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് KSRTCക്ക്. KSRTC നമുക്കറിയാം, ഈയിടയ്ക്ക് ഈ സൗജന്യ യാത്രകളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചധികം നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
ഒരു ഭാഗത്ത് കൂടെ ഈ നഷ്ടങ്ങളെ നികത്താൻ പറ്റും. അറ്റ്ലീസ്റ്റ് ബസ്സുകൾ ഹയർ ചെയ്താൽ ആ ബസ്സുകളിൽ തന്നെ ഇവർക്ക് യാത്ര ചെയ്യാനും പോകാനും വരാനും ആവറേജ് ഒരു 5 days പാക്കേജെങ്കിലും ഉണ്ടാകും, മിനിമം കുറഞ്ഞത്. എന്നാൽ ചെറുതും കാണും. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പോയി വരുമ്പോൾ ഈ ബസ് എപ്പോഴും ലൈവായിരിക്കും. മറ്റുള്ളൊരു പ്രൈവറ്റ് ബസ് ഹയർ ചെയ്യുന്നതിനേക്കാളും ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിലായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ചധികം ബസ്സുകൾ എപ്പോഴും നിരത്തുകളിൽ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിലൂടെ വരുമാനം ഉണ്ടാകുന്നത് ടൂറിസത്തിനും KSRTCക്കും ഒക്കെയാണ്. നമുക്കറിയാം, ഈ ടൂറിസത്തിന് വലിയ അനന്ത സാധ്യതകളാണ് ഉള്ളത്. ഇതേപോലെ തന്നെ മറു സ്റ്റേറ്റ്സിൽ താമസിക്കുന്ന മലയാളീസ് അവർക്കിപ്പോൾ നാട്ടിൽ വരാനും കേരളത്തിൽ വന്ന് ആൾക്കാർ ബന്ധുജനങ്ങൾ കാണാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളോ പള്ളികളൊക്കെ സഞ്ചരിക്കാനുള്ള സൗകര്യം ഇവിടെ നമുക്ക് അങ്ങോട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ അതിൻ്റെ ഓഫീസ് ട്രിവാൻഡ്രത്ത്, എറണാകുളം, ട്രിച്ചി, കോഴിക്കോട്, ഇങ്ങനെയുള്ള എല്ലാ ഭാഗത്തും, കോട്ടയം, ഇങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളൊരു ഓഫീസ് ഉണ്ടായിരുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർ അതിലൂടെ ജോലി ചെയ്യാൻ പറ്റും. ഇവർക്ക് തന്നെ അതിൻ്റെ കോർഡിനേഷൻ ചെയ്യാൻ പറ്റും. ഈ സ്റ്റാഫിന് തന്നെ കോർഡിനേഷൻ ചെയ്യാൻ പറ്റും. അവർക്ക് ഇന്ത്യയിലുള്ള എല്ലാ സമാജങ്ങളുമായി ബന്ധപ്പെടാൻ പറ്റും. അവിടെയുള്ള എന്താണ് വിശേഷ ദിവസങ്ങൾ ഏതാണെന്ന് അറിയാൻ പറ്റും. അടുത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതാണെന്നറിയാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്താണെന്ന് ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ഡയറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ചോയ്സ് കൊടുത്താൽ ഒരു ചെറിയൊരു ഒരു ഐറ്റനറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര 5 days പ്രോഗ്രാം, വീക്ക്ലി പ്രോഗ്രാം, 3 days പ്രോഗ്രാം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകാനും വരാനും വളരെ സൗകര്യമായിരിക്കും. ഇതിനെപ്പറ്റി ഈ വകുപ്പ് മന്ത്രിമാർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടും. ഒപ്പം അന്യനാട്ടിൽ കഴിയുന്ന മലയാളി സുഹൃത്തുക്കൾക്ക് നാടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫ്രീക്വൻറ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനെപ്പറ്റി ഗാഢമായി മന്ത്രി ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് നോക്കിയാൽ നാഗാലാൻഡിലും മലയാളീസുണ്ട്. ഞാൻ പോയിട്ടുള്ള എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ് നാഗാലാൻഡ്, മണിപ്പൂർ, ഇവിടങ്ങളെല്ലാം മലയാളി സുഹൃത്തുക്കൾ അവിടെ സെറ്റിലായവരുണ്ട്. അവർക്ക് വല്ലപ്പോഴും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ. ആ സ്ഥലങ്ങളിൽ നമ്മുടെ മലയാളീസിന് ഒരു ആസ് എ ടൂറിസ്റ്റായിട്ട് അങ്ങോട്ടേക്ക് എത്താം. ഇപ്പോൾ ആസാം, ഡാർജിലിംഗ്, ഇങ്ങനെയൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ വടക്കേ ഇന്ത്യയിലുണ്ട്. ഇത് പടിപടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാക്കേജ് കേരള ഗവൺമെൻറ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും സാംസ്കാരികവും ഒക്കെ ചേർന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനോടൊപ്പം അതിനുവേണ്ട കംപ്ലീറ്റ് ഈ ട്രാൻസ്പോർട്ട് സൗകര്യം KSRTCക്കും ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ടൂറിസം തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ അതർ സ്റ്റേറ്റ്സിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ ആൾക്കാർ വരുന്നത്. ഇങ്ങനെ വരുന്നവരെ നമുക്കിവിടെ റിസീവ് ചെയ്യാനും അവർക്കൂടെ ഫെസിലിറ്റി ചെയ്തു കൊടുക്കാനും എല്ലാം സാധിക്കും. ഇതൊരു വലിയൊരു വമ്പം പ്രോജക്റ്റാണ്. ഒപ്പം ഈ വരുന്നവർക്കാണ് എവിടെ പോയാലും ഇവർക്കുള്ള ഈ ഔട്ട് ഹൗസസ്, ഇവർക്കുള്ള അക്കോമഡേഷൻ, പേയിങ് ഗസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഈ 2 day 3 day പാക്കേജിന് സൗകര്യമായി താമസിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വീടുകൾ അവർക്ക് ഉണ്ടാക്കും. അതും അവർക്കൊരു സപ്പോർട്ടായിരിക്കും. അവർ ഹോട്ടലിൽ ചെന്ന റൂം കാണത്തില്ല, അവർക്ക് ഒരുപാട് പരിമിതികൾ കാണും. ഇതില്ല, ഇവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സൗകര്യങ്ങളുണ്ടാക്കും. അത് ഗവൺമെൻറ് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിന് ഗവൺമെൻറ് വേണ്ട പോണവർ അവർ പേയ്മെൻറ്റ് നടത്തും, അവരെല്ലാം ചെയ്യും. ഗവൺമെൻറ് അതിനു വേണ്ടി ഒന്നും ബട്ട് കോർഡിനേഷൻ ചെയ്യേണ്ട ഒരു പ്രാരംഭത്തിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ ആയിരിക്കണം. ഇതിൽ ഏത് പണിക്കാരെടുത്താൽ ഇതൊരു കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലെടുത്ത് അവർക്ക് തന്നെ വരുമാനം ഡെവലപ്മെൻറ്റും എല്ലാം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം. ഇങ്ങനെയാണ് വരുമാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതിനു മൂലം എല്ലാ അസോസിയേഷനോടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അവർക്കൊരു സൗകര്യമായിരിക്കും. അന്യനാട്ടിലുള്ള മലയാളീസിനും ഇപ്പോൾ ഉദാഹരണത്തിന് ബാംഗ്ലൂരിൽ തന്നെ ഒന്നിലധികം അസോസിയേഷൻസ് ഉണ്ട്.
അവരെയൊക്കെ ബന്ധപ്പെടാം. ഇവിടെ ബാംഗ്ലൂർ കാണാൻ വരുന്നവർക്ക് എന്തൊക്കെ സൗകര്യവും എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ലഭിക്കും എന്നുള്ള എല്ലാം കമ്മ്യൂണിക്കേഷനിൽ കൂടി ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. ഇത് ഒരു ഗവൺമെൻറ്, വകുപ്പ് മന്ത്രിമാർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിൻ്റെ തുടക്കം കുറിച്ചാൽ വളരെ നന്നായിരിക്കും. അതുമല്ല, ഇതിൽ മറ്റൊരു പ്രധാന കാരണം, ഒത്തിരി നാട്ടിൽ പുറം സ്റ്റേറ്റ്സിലൊക്കെ താമസിച്ച അവസാനം ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ നാട്ടിലേക്കായിരിക്കും ഒട്ടനവധി ആൾക്കാർ വരുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിന് ഇവിടെ എത്തിയാലും അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് പരിചയക്കാർ കാണത്തില്ല, ബന്ധുക്കൾ കാണില്ല. ഇങ്ങനെ അവർ ഒത്തിരി ഈ കാലം ബന്ധങ്ങളെയും ആൾക്കാർക്ക് ഒത്തിരി ഡിസ്റ്റൻസിലാണ് എത്തിയിരിക്കുക. കാരണം അവരുടെ ജോലിയും അതുമൂലം ഇങ്ങനെയായി പോണവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ നാട്ടിൽ വന്നാലും കോർഡിനേറ്റ് ചെയ്യാനും ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും അവരെക്കുറിച്ച് അറിയാനുമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സംവിധാനം മൂലം, ഈ കേന്ദ്രം മൂലം ചെയ്യാൻ പറ്റും. ഇറ്റ് നീഡ് എ ബെറ്റർ കോർഡിനേഷൻ. ഒരു ദീർഘവീക്ഷണം ഉണ്ടാകണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണത്തിന് ഗോവയ്ക്ക് പോകണം, അടുത്താണ്. ഗോവയിൽ പോയി കഴിഞ്ഞാൽ അവർ 2-3 ദിവസം അവിടെ താമസിക്കണമെങ്കിൽ എവിടെയായിരിക്കും ഉചിതമായ സ്ഥലം, എവിടെ ബസ് വന്നാൽ അത് പാർക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെയുണ്ട് സമാജം. അവരെ ബന്ധപ്പെട്ടാൽ അവർ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെ കാണാൻ പറ്റിയ എല്ലാ സൗകര്യവും അവിടെ ഉള്ള മലയാളീസിന് ചെയ്യാൻ പറ്റും. അത് ആ മലയാളി സമാജത്തിന് ചെയ്യാൻ പറ്റും. ഒപ്പം അവിടെ ഉള്ളവർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ ചോദിച്ചാൽ ഇവിടെയുള്ള കോർഡിനേറ്റേഴ്സിനും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് കഴിവതും സമയം പാഴാക്കാതെ ഇതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ഇതിലൂടെ ഓരോ അറ്റ്ലീസ്റ്റ് ഒരു 5 സ്റ്റാഫെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇനിഷ്യലായിട്ടുള്ള ഒരു ചെറിയൊരു സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുകയും ലേറ്റർ സ്റ്റേജിൽ ഇതിൻ്റെ എല്ലാ എക്സ്പെൻസ് എല്ലാം ഇവർ കോർഡിനേറ്റ് ചെയ്യുന്ന ബിസിനസ്സിൽ കൂടി അവർക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായിരിക്കും ഏറ്റവും ഉചിതം. ഈ ഒരു സംവിധാനം നിലവിൽ വരണം. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനോട് ഈ ഒരു ഐഡിയ കൊടുത്താലും നന്നായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി. വീണ്ടും ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.